വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി കോടതിയുടേതാണ് നടപടി. കേസിൽ തന്നെ കുടുക്കിയെന്നും കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കോടതിയിൽ നിന്ന് തിരിച്ചിറക്കുമ്പോഴായിരുന്നു പ്രതികരണം. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നു. പ്രസാദ്, 30 ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ 30 വരെ ഈ SIT സംഘത്തിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമായ ദിവസങ്ങൾ തന്നെയായിരിക്കും. ഈ ഒരു കേസിൽ ഒരു കൂടുതൽ ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളാൽ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? DT നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഞാനിപ്പോൾ റാന്നി കോടതിയുടെ പരിസരത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അസ്വാഭാവികമായ ഒരു വിധിയാണ് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ റാന്നി കോടതിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരെ ലഭിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു പ്രതിയെ 1-2 ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി അനുവദിക്കുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രത്യേക കേസന്വേഷണത്തിന്റെയും ഹൈക്കോടതി നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് അസ്വാഭാവികമായ മറ്റൊരു കാര്യങ്ങൾ കൂടി റാന്നി കോടതിയിൽ അരങ്ങേറി. അതായത് മറ്റു കോടതി വ്യവഹാരങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഉണ്ട്. അതിനുശേഷം പ്രസാദിലേക്ക് മടങ്ങിയെത്താം. പ്രസാദ്, തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ നിന്ന് തിരിച്ചിറക്കുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ നടക്കുന്ന അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇതിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രതിപ്പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള NSSന്റെ അംഗം കൂടിയായിട്ടുള്ള S മുരാരി ബാബു NSSന്റെ ഡയറക്ടർ സ്ഥാനം അതിലേക്ക് ഉന്നത പദവി സ്ഥാനം ഇതോടൊപ്പം തന്നെ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആയിരിക്കും ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പക്ഷെങ്കിൽ ദീപ്തി നമുക്ക് ഇപ്പോഴും അവ്യക്തമായ ഒരു കാരണം ഈ കൽപേഷ്, നാഗേഷ്, മറ്റ് പേര് പറയാത്ത ഒരാൾ കൂടിയുണ്ട്. ഈ അവരിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഈ 14 ദിവസത്തെ കസ്റ്റഡി ഈ കാലാവധിക്കുള്ളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് 6 ആഴ്ചക്കുള്ളിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പം ഇതിനിടയിലാണ് നാളെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. 22-ന് രാഷ്ട്രപതി മുർമു സന്നിധാനത്ത് എത്തുന്നുണ്ട്. ഈ കാലയളവിൽ മാറ്റിയതിനു ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് തെളിവെടുപ്പിന് കൊണ്ടുവരിക. അപ്പോൾ ഈ തുലാമാസ പൂജകൾക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനും ഇടയിൽ ഇദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വേണ്ടിയും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഈ കൽപേഷിനെയും നാഗേഷിനെയും കണ്ടെത്താനുള്ള അവസരങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെത്താനുള്ള ശ്രമം കൂടി ഈ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ കസ്റ്റഡിയിൽ കാലാവധി എടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്നും നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി അവിടെ വൈദ്യ പരിശോധന നടത്തും. അതല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനാണ്. ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് SITയുടെ ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്ന. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിട്ടുള്ള മറ്റു പേരിലേക്ക് നോട്ടീസ് അയച്ച് പത്തനംതിട്ടയിലെ SITയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം ഊർജിതപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പ്രസാദ്, അതുപോലെ തന്നെ ഇനി ഉള്ളത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെ. അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം ഈ നഷ്ടപ്പെട്ട സ്വർണത്തെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും നമുക്ക് S മുരാരി ബാബു അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരാണോ ഇതിന് കൂട്ടുനിന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തെ മന്ത്രിയാണോ എന്നിവയെല്ലാം കൂടെയാണ് അന്വേഷണ സംഘത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ചെന്നൈ കേന്ദ്രമായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷന്റെ അമിത് ഭണ്ഡാരിയും അല്ലെങ്കിൽ കൽപേഷ്, നാഗേഷ് ഇവരെ കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വ്യക്തമായ ഒരു പിക്ചർ അന്വേഷണ സംഘത്തിന് കിട്ടും. അതിനുള്ള ശ്രമം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇവർ തെളിവായി ശേഖരിക്കുന്നുണ്ട്. ശരി.
ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കോടതിയുടേതാണ് നടപടി. കേസിൽ തന്നെ കുടുക്കിയെന്നും കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു NSS ഭാരവാഹിത്വം രാജിവെച്ചു. വരുന്ന NSS കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെച്ചത്. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രതിപട്ടികയിലുള്ള മുരാരി ബാബു രാജിവെക്കണമെന്ന് NSS ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ